ഹായ് ഓൾ. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹാർട്ട് ഷേപ്പാണ്. ഇത് നമുക്ക് കീ ചെയിൻസ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും എംബലിഷ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു മാജിക് റിങ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് 2 ചെയിൻസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ട്രിപ്പിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ഇതുപോലത്തെ ബേസിക് സ്റ്റിച്ചസൊക്കെ ഇതിന് മുന്നത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം എല്ലാവരും കാണുക, എന്നിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രോജക്ട്സ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് യാണോ ഹുക്കോ ഏത് സൈസിലുള്ളതും യൂസ് ചെയ്യാം. തിന്നറായിട്ടുള്ള യാൺ, ചെറിയ ഹുക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോജക്ട്സും ചെറുതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈസ് കൂടുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രോജക്ട്സ് വലുതായിരിക്കും. അപ്പം എന്ത് സൈസാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ചുള്ള യാൺ യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 4 പ്ലൈ യാണാണ്. 4 പ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യാൺ നോക്കുമ്പോൾ 4 നൂലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, അപ്പോൾ അത് 4 പ്ലൈ. അപ്പോൾ 8 പ്ലൈ എന്ന് പറയുമ്പോൾ 8 നൂല് കാണും. അപ്പോൾ 8 പ്ലൈ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തിക്കായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റും അതനുസരിച്ച് വലുതാവും. മൂന്ന് ട്രിപ്പിൾ ക്രോഷേ ചെയ്തിട്ട് നമ്മൾ പിന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. ഒരു ഹാർട്ട് ഷേപ്പിലോട്ട് വരാനാണ്. എന്നിട്ട് ഒരു ചെയിൻ കൊടുക്കുക. എന്നിട്ട് ഈ മാജിക് റിങ്ങിലോട്ട് വീണ്ടും ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം. എന്നിട്ട് ഒരു ചെയിൻ കൊടുക്കുക. ഇനി നമ്മൾ റിവേഴ്സാണ് പോകുന്നത്. ആദ്യം 3 ഡബിൾ ക്രോഷേ മാജിക് റിങ്ങിലോട്ട് ചെയ്യുക. എന്നിട്ട് 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് ചെയിൻ 2. അപ്പം നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ്. അപ്പം ഒരു സൈഡിലെ കഴിയുമ്പം അപ്പുറത്തെ സൈഡ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു ഹാർട്ട് ഷേപ്പിലോട്ട് നമ്മുടെ പ്രൊജക്റ്റ് എത്തുന്നതാണ്.
ചെയിൻ 2 ചെയ്തു. എന്നിട്ട് നമ്മൾ റിങ്ങിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ഒക്കെ ബേസിക് സ്റ്റിച്ചസ് ആണ്. ഫസ്റ്റ് വീഡിയോസിലൊക്കെ അത് കാണാവുന്നതാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഒരു ചെയിനും കൂടി ചെയ്തു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഇത് ഇച്ചിരി ഒന്ന് ഈ യാണൊന്ന് ലോങ് ആയിട്ട് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ലാസ്റ്റ് നമ്മൾ ഹാർട്ട് ഷേപ്പിലോട്ട് തന്നെ തുന്നി വയ്ക്കും. അപ്പോൾ അതിനൊരു ഫിനിഷിങ് കിട്ടും. നമ്മുടെ യാൺ അങ്ങനെ പെട്ടെന്നൊന്നും അഴിഞ്ഞു പോവുകയും ചെയ്യത്തില്ല. എന്നിട്ട് നമ്മുടെ ടെയിൽ എൻഡ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് വലിക്കുക. അപ്പോൾ ആ റിങ് അത് ശരിക്കും ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് കിട്ടി. ഈ 2 എൻഡ്സും ഒന്ന് നന്നായിട്ട് വലിച്ചു കൊടുക്കണം. അപ്പം ഹോളൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കീ റിങ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രോജക്ട്സ് കിട്ടുന്നതാണ്. അപ്പം ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ആകെ 3-4 സ്റ്റിച്ചസാണ്. അതായത് നമ്മുടെ ട്രിപ്പിൾ ക്രോഷ്യം, ഡബിൾ ക്രോഷ്യം, പിന്നെ ചെയിൻ സ്റ്റിച്ചും സ്ലിപ്പ് നോട്ട്, മാജിക് റിങ്, ഇത്രയാണ് വരുന്നത്. അപ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.